സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നല്ലൊരു സുപ്രഭാതവും നല്ലൊരു ജീവിതവും എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രതീക്ഷയാണ് ജീവിതം. പ്രതിസന്ധികളെ പെരുമ്പാമ്പാക്കുമ്പോഴാണ് മനുഷ്യർ മാനവരാകുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും ആവലാതികളും പറയുക. മത്സ്യത്തൊഴിലാളികൾ മുതൽ ആദിവാസികൾ വരെയുള്ള ആരുടെ ആവലാതിയും ഇതിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ആശാവർക്കർമാർക്ക് വേണ്ടി 10-15 വീഡിയോ ചെയ്തു, തൊഴിലുറപ്പുകാർക്ക് വേണ്ടി 10-20 വീഡിയോ ചെയ്തു. ഇപ്പോൾ അങ്കണവാടികൾക്ക് വേണ്ടിയും 22-ാമത്തെയോ 23-ാമത്തെയോ വീഡിയോ ഞാൻ എണ്ണിയിട്ടില്ല, കൃത്യമായി വീഡിയോ ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊടിയ ഒരു അനീതി, ഒരു വലിയ അനീതി അംഗൻവാടി പെൻഷൻകാരുടെ പുറത്തുണ്ട്. അതൊന്ന് 300 പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അതൊരു ചെറിയ സാങ്കേതികത്വമാണ്. നേരത്തെ ക്ഷേമനിധി ബോർഡ് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു സാങ്കേതികത്വമാണ്. ക്ഷേമനിധി ബോർഡാണോ ഗവൺമെൻറ്റാണോ ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ വന്നു പോയ ഒരു കുരുക്കിൽപ്പെട്ടാണ് 300 പേർക്ക് പെൻഷൻ കിട്ടാത്ത. ആ കുരുക്കഴിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുമുണ്ട്. അതിനൊരു സമയതാമസത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതിനുവേണ്ടി ശക്തമായി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ പ്രസന്നകുമാരി മാഡം ശ്രമിക്കുന്നുണ്ട്. അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് സ്നേഹവും കടപ്പാടുമൊക്കെ ഉണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ അവരുടെ സ്നേഹവും കടപ്പാടുമുണ്ട്. അവർ അത് ചെയ്യുന്നു. രണ്ടാമത്, അതേസമയം മറ്റൊരു അനീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പെൻഷൻ പറ്റിയവർക്ക് 2021 വരെ അല്ലെങ്കിൽ 2022 വരെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഓണം അലവൻസ് കൊടുത്തിരുന്നു 1000 രൂപ. 23, 24, 25 ഇപ്പോൾ ഓണം വരുന്നേ ഉള്ളൂ. 23, 24 ഓണം അലവൻസ് കൊടുത്തില്ല. കഷ്ടമല്ലേ? സർവീസിലുള്ളവർക്ക് കൊടുക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടുക്കുന്നു, തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നു, ഹരിതകർമ്മസേനയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നു, സകല പാചക തൊഴിലാളികൾ കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. ഈ കുറച്ച് അമ്മമാർ 62 വയസ്സിൽ പെൻഷൻ പറ്റിയവർക്ക് 3 വർഷമായി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 65 വയസ്സായി. 65 വയസ്സായവർക്ക് ഓണത്തിനൊരു 1000 രൂപ കിട്ടിയാൽ മുറുക്കാൻ തിന്നുന്നവർക്ക് പൊയിലയും പാക്കും വാങ്ങാനും, അല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കുന്നവർക്ക് ഒരു ചായ കുടിക്കാനോ, അല്ലെങ്കിൽ ചെറുമക്കൾക്ക് ഒരു വറ്റലോ മുപ്പേരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കാനോ, ഒരു ലഡു വാങ്ങി കൊടുക്കാനോ, മോളെ ഇതാ നിനക്ക് ഓണത്തിന് ഒരു സമ്മാനം എന്ന് പറഞ്ഞ് 100 രൂപ എടുത്ത് കൊടുക്കാൻ ഒരു വയസ്സായ അമ്മയ്ക്ക് കഴിയണ്ടേ? 30 വർഷം 40 വർഷം. ഇന്നലെ സങ്കടത്തോടു കൂടി ചില അംഗൻവാടിക്കാർ പറഞ്ഞു, അവർ 16-ാമത്തെ വയസ്സിൽ ബാലവാടി പ്രവർത്തനം തുടങ്ങി. പിന്നെ കറക്റ്റ് 1975 തന്നെ അവർ ഇതിലേക്കൊക്കെ വന്നവരുണ്ട്. 40 വർഷം 45 വർഷം ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ സേവിച്ച് അവരുടെ മക്കളായിട്ടുള്ള എത്രയോ കുട്ടികളെ, ഒരു 10 കുട്ടികളെ വെച്ച് നോക്കിയാൽ പോലും, ഒരു അംഗൻവാടിയിൽ ഒരു വർഷം വെച്ചാൽ പോലും 40 വർഷം കൊണ്ട് എത്രയോ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളെ അവരുടെ ജീവിതം പകർന്നു കൊടുത്ത നല്ല കുട്ടികളാക്കി, നല്ല പൗരന്മാരും നല്ല പെൺകുട്ടികളും ആൺകുട്ടികളുമായി രാജ്യത്തിന് വേണ്ടി വാർത്തെടുത്ത ഈ അങ്കണവാടിക്കാരെ അവരുടെ വയസ്സുകാലത്ത് അവരുടെ കണ്ണുനീര് ശാപമായി വരും. അതൊരിക്കലും ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമല്ല, ക്ഷേമനിധി ബോർഡിന് ഭൂഷണമല്ല, വനിതാ ശിശുക്ഷേമ വകുപ്പിന് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവരും കൂടി സമ്മർദ്ദപ്പെടുത്തി, നിങ്ങൾക്ക് CIT യൂണിയനുണ്ട്, AITUC യൂണിയനുണ്ട്, എനിക്ക് പിന്നെ INTUC യൂണിയനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട്, പിന്നെ സ്വതന്ത്ര യൂണിയനുണ്ടോ എനിക്കറിയില്ല, പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇനി BJPക്ക് നിങ്ങൾക്ക് സംഘടനയുണ്ട്, BMSന് സംഘടനയുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ശക്തമായി ഈ ആവശ്യം ഞാൻ സുഭാഷിതം ചാനൽ പൊതുസമൂഹത്തിൽ വെൽക്കുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ പ്രസന്നകുമാരി മാഡം, അതുപോലെ അതിൻ്റെ CEO ഡോക്ടർ ജിനേഷ്, പേരങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു, അതുപോലെ തന്നെ ICDS ഓഫീസർമാർ, ഡിസ്ട്രിക്ട് ഓഫീസർമാർ, എല്ലാവരും നിങ്ങൾ നന്നായി ഓണം ഉണ്ണുമ്പോൾ, നിങ്ങൾ സദ്യ കഴിക്കുമ്പോൾ ഒരു പുതിയ സാരിയെങ്കിലും എടുക്കാൻ, പുതിയൊരു എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാനുള്ള പണമെങ്കിലും നമ്മുടെ അമ്മമാർക്ക് കൊടുക്കണം. അതൊരു വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ദാക്ഷിണ്യമായിട്ടെങ്കിലും കരുതി കൊടുക്കേണ്ടതല്ല. അവരുടെ അവകാശമാണ്, അവരുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. അവർ ഇവിടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് 40 വർഷം 30 വർഷം ഈ അമ്മമാർ, ഈ വനിതകൾ, ഈ സഹോദരിമാർ ജോലി ചെയ്തത്. അതുകൊണ്ട് നിർബന്ധമായും ഗവൺമെൻറ് ഇത് ശ്രദ്ധയിൽപ്പെടണം. ഈ വീഡിയോ കാണുന്ന ഏതൊരാളും, അതൊരു പൊതുസമൂഹമാണെങ്കിൽ പോലും, അംഗൻവാടിക്കാർ മാത്രമല്ല പൊതുസമൂഹമാണെങ്കിൽ പോലും, ദയവായി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നമ്മുടെ തദ്ദേശ ഭരണ അധ്യക്ഷന്മാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതിൽ തീരുമാനമുണ്ടാകണം. ഈ ഓണത്തിന് നമ്മുടെ പാവപ്പെട്ട അങ്കണവാടി സഹോദരിമാർക്ക്, അമ്മമാർക്ക് ഓണം അലവൻസ് കൊടുക്കണം. അതുപോലെ മറ്റാരെങ്കിലും ഇതുപോലെ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടിയ ആ മഹാബലി തമ്പുരാൻ്റെ ഓർമ്മയ്ക്കായി വരുന്ന ഓണത്തിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. ഒരാളിൻ്റെ മനസ്സും വേദനിക്കരുത്. അങ്ങനെ വേദനിച്ചാൽ
അതൊരു കടലായി തീയായി ഈ നാട്ടിൽ പടരും. അങ്ങനെ പടരുന്ന സ്ത്രീകളുടെ ശബ്ദം പടരുന്നിടത്ത്, സ്ത്രീ ശാപമേൽക്കുന്നിടത്ത് വല്ലാത്ത ഒരു അഗ്നിയായിരിക്കും ഉണ്ടാവുക. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു സ്ത്രീയായിട്ടുള്ള മന്ത്രി വീണ ജോർജ്, ഒരു സ്ത്രീയായിട്ടുള്ള പ്രസന്നകുമാരി, നിങ്ങളെല്ലാവരും ഇതിനകത്ത് അടിയന്തരമായി ഫയൽ നീക്കണം. ധനകാര്യമന്ത്രിയെ കാണണം, മുഖ്യമന്ത്രിയെ കാണണം, CITയുടെയും AITCയുടെയും INTCയുടെ നേതാക്കൾ ഒന്നിച്ചു പോയി കാണണം. പെൻഷൻ പറ്റിയവർക്ക് സംഘടന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അവരെയും നിങ്ങൾ സംഘടിപ്പിക്കൂ. ഞാനൊന്നും എന്തായാലും ആരെയും സംഘടിപ്പിക്കാനൊന്നും വരുന്നില്ല, എൻ്റെ ജോലിയുമല്ല അത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓണം അലവൻസ്, അങ്കണവാടി പെൻഷൻ പറ്റിയവർക്കും കിട്ടട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.